ഒരിക്കലും ഷൈനിയും മക്കളും കൂടെ സ്വയം ഇറങ്ങി പോകുന്ന ഇറക്കി വിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിയിൽ നിന്നാണ് കൂട്ടിക്കൊണ്ട് വരുന്നത്. പുള്ളിയുടെ അനിയൻ്റെ വീടിൻ്റെ വാതൊക്കെയാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്നത്. മനസ്സിലായി. പിന്നെ ഞാൻ ആ ഒരു വീട്ടിലും പോയിട്ടില്ല. രാത്രി 2:30 ആയപ്പോൾ അവിടെ വന്ന് അന്ന് തന്നെ വനിതാ സെല്ലിലും തൊടുപുഴ സ്റ്റേഷനിലും പറഞ്ഞിട്ട് പോകുന്ന. ഷൈനി അന്ന് എന്തായിരുന്നു അച്ഛനോട് പറഞ്ഞത്? അന്ന് അവിടെ സംഭവിച്ചത് എന്താണെന്നാ പറഞ്ഞത്? ഷൈനി എല്ലാം വിളിച്ചു പറഞ്ഞേ. കണ്ട ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു? ഷൈനി പ്രതികരണശേഷി ഇല്ലാന്നതല്ലേ അവൾക്ക് ഏറ്റവും പറ്റിയ കുഴപ്പം. അത് അവിടെ ജീവിതത്തിൽ ഉള്ള ഒരു പാവമായിരുന്നു. ആരോടൊന്നും പറയില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു ഇവിടെ ഈ ചവിട്ടെല്ലാം കൂടെ കിട്ടിയിട്ട് അത് ഏറ്റുമാനൂർ സ്റ്റേഷനിലെ ഡോക്ടറെ ഇൻറ്റിമേഷനൊക്കെ അങ്ങ് പോയതാണ്. അത് ഡോക്ടർ എഴുതിയിരിക്കുന്ന എന്നാന്ന് എനിക്കറിയത്തില്ലല്ലോ. അഡ്മിറ്റ് ആയില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഏറ്റുമാനൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, ഗുളികയെല്ലാം കൊടുത്ത് ഓയിൻമെൻറ്റ് കൊടുത്തു വിട്ടായിരുന്നു. ഡോക്ടർ കുറേ ദിവസം ഉണ്ടായിരുന്നു, മേലായിരുന്നു. അതിനു മുമ്പും അവളെ കൊല്ലാനൊക്കെ തുടങ്ങിയിട്ട് അവർ പോയില്ല. അതിന് ഉണ്ടായിരുന്നു. ഈ സ്ത്രീധനം ചോദിച്ച പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? സ്ത്രീധനത്തിൻ്റെ പ്രശ്നമല്ല, അവനെന്തോ എനിക്കറിയത്തില്ല, അവളെ ഇഷ്ടമില്ല. ഞാൻ എന്നെ കൊണ്ട് കൊടുക്കാമെന്ന് കൊടുക്കാം. എങ്ങനെയാണ് അപ്പോൾ ഈ കല്യാണം നടന്നത്? കല്യാണം നടന്നോ? അവർ അറേഞ്ചർ മാറ്റിയില്ല. പിന്നെ ഇൻഷുറൻസ് എടുത്തിരുന്നെന്ന് പറഞ്ഞാൽ അവിടെ കെട്ടിച്ചു വിട്ടിയെന്ന് പോലെ ഞാൻ ജൂൺ 9-ാം തീയതി കൂട്ടിക്കൊണ്ട് പോരുന്ന വരെയുള്ള ഒരു 150 പേജിൻ്റെ പേപ്പർ ഇവിടെ വന്നു കഴിഞ്ഞ് 2 ആഴ്ച കൊണ്ട് എഴുതിയിട്ട് കൊടുത്തത് ഞാൻ ഫാമിലി കോർട്ടിൽ കൊടുത്തിരിക്കുന്ന വക്കീൽ കൈവശമുണ്ട്. ഇൻഷുറൻസ് അല്ല, അവൾ അന്ന് മുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തും അതുകൊണ്ട് ഇൻഷുറൻസ് ഇവളെ കൊണ്ട് ഇവിടെ പേരിലെടുത്തിട്ട് അവൻ നോമിനിയായിട്ട് 3 പ്രാവശ്യം അവൻ്റെ അടച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു. പോലീസിന് കൃത്യമായിട്ട് ഇതെല്ലാം പറഞ്ഞ് മൊഴി ഇപ്പോഴും കൊടുത്തിട്ടുണ്ടോ? പിന്നെ ആ പോലീസ് അവിടെ തൊടുപുഴയും കൊടുത്തിരിക്കുന്ന, ബാക്കി എഴുതി വക്കീലിനും കൊടുത്തിരിക്കുന്ന. നിയമത്തിൽ വിശ്വാസമുണ്ട്. നിയമത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, നീതി കിട്ടുമെന്ന് ഓർത്തിരിക്കുന്നു.